വലിയ ഒരു മാഫിയ തന്നെ, ഒരു റാക്കറ്റ് തന്നെ നമ്മുടെ മക്കളെ, സമൂഹത്തെ, വളർന്നു വരുന്ന തലമുറയെ എന്ന് വേണ്ട എല്ലാവരെയും ആ ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗൂഢമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെടലിന്റെ വേദന തീർക്കാൻ എന്ന പേരിൽ, ഏകാന്തതക്ക് ഒരു ശമനം എന്ന പേരിൽ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കമന്റുകൾ, ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലക്കാണ് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരിന്ന് ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ ചീത്തയായ കൂട്ടുകാരാണ്. ചീത്തയായ കൂട്ടുകാർ എപ്പോഴും അഹങ്കാരത്തിന്റെ സ്വഭാവമായിരിക്കുമല്ലോ അവരിൽ പ്രകടമാവുക. ഒരു നന്മയിലേക്കും ആ കൂട്ടുകാർ നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയില്ല. തിന്മയുടെ വഴികൾ ഏതൊക്കെയുണ്ടോ അതിലേക്കൊക്കെ പിൻപറ്റുകയും ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു സന്മാർഗത്തിന്റെ കണികയുള്ള സന്മാർഗത്തിന്റെ ഒരു വഴി അവർ കണ്ടു കഴിഞ്ഞാൽ ലാ യത്തഖിദൂഹു സബീല, ആ വഴിയിലേക്ക് അവർ എത്തി നോക്കുക പോലുമില്ല, അതിലേക്ക് അവർ വഴിയായി സ്വീകരിക്കുകയില്ല. അതേ അവസരത്തിൽ ദുർമാർഗത്തിന്റെ വഴികൾ ഏതൊക്കെയാണെന്നവർ തേടിപ്പിടിക്കും. എന്നിട്ട് യത്തഖിദൂഹു സബീല, ആ വഴിയിലായിരിക്കും അവർ മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഏറ്റവും വൃത്തികെട്ട കൂട്ടുകാരുടെ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുകയാണ് രക്ഷിതാക്കൾ ഓരോരുത്തരും അവരുടെ മക്കളെ ചെയ്യേണ്ടത്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും മയക്കുമരുന്നുമായി ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ച് ജയിലിലാക്കി കഴിഞ്ഞാൽ പൂപോലെ അവര് സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരും. 1 കോടിയുടെ മയക്കുമരുന്നോ 2 കോടിയുടേതോ ഒക്കെ പിടിക്കുന്നുവെങ്കിൽ 10ഉം 100ഉം കോടിയുടേത് നിർബാധം സംസ്ഥാനത്ത് ഒഴുകി നടക്കുകയാണ്. ഇതിന്റെയൊക്കെ ഇരകൾ MDMA എന്ന പേരിലും നാവിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പുകൾ എന്ന പേരിലും എത്രത്തോളം കാർപ്പറ്റുകൾ ഒട്ടിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഗമ്മുകൾ പോലും വലിച്ചു ശ്വസിച്ച് വലിയ ഒരു ഉന്മാദ ലഹരിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളിലുള്ള സിന്തറ്റിക് ലഹരികളാണ് സമൂഹത്തിൽ നിന്ന് നിർബാധം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ പുസ്തക സഞ്ചികൾ രക്ഷിതാക്കൾക്ക് തുറന്നു നോക്കാൻ ഇന്ന് ഭയമാണ്. കാരണം ആ പുസ്തക സഞ്ചികളിൽ മയക്കുമരുന്നിന്റെ പൊതികളുണ്ട്. ഇതൊക്കെ എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ തുടക്കങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. നാം പണമയച്ചു കൊടുത്ത് നമ്മുടെ മക്കളുടെ സ്നേഹം പിടിച്ചു പറ്റുവാനും അവരോടുള്ള ദയയും സിമ്പതിയും ഒക്കെ ഓർത്തുകൊണ്ട് സ്റ്റഡി ടൂറുകളിലൂടെ ഇത് തുടങ്ങുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്റ്റഡി ടൂറുകൾ ഒരിക്കലും ഇസ്ലാമികമാണെന്ന് പറയാനാവില്ല. ആണും പെണ്ണും ഒന്നിച്ച് ആർമാദിച്ചു ബസ്സുകളിൽ വലിയ വിധത്തിലുള്ള DJ പാർട്ടികളിലൂടെയും കണ്ണഞ്ചിപ്പിക്കുന്ന മനുഷ്യനെ ത്രസിപ്പിക്കുന്ന ലൈറ്റിന്റെ അകമ്പടികളോടുകൂടെയും ശബ്ദഘോഷങ്ങളോടുകൂടെയും അതുപോലെയുള്ള ബാൻഡടികളും പോരാത്തതിന് എല്ലാവിധത്തിലുള്ള ലഹരിയുടെ തുടക്കത്തിന്റെ ഏജന്റുമാരും സ്റ്റഡി ടൂറിന്റെ മക്കൾ എത്തിപ്പെടുന്ന കേന്ദ്രങ്ങളിൽ സുലഭമാണ്. അവിടങ്ങളിൽ ഇത് ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ, വിവാഹ പാർട്ടികൾ, വിവാഹത്തിന്റെ തലേന്നുള്ള ഗെറ്റ് ടുഗദറുകൾ, അതേപോലെയുള്ള 100 കണക്കിന് കൂടിച്ചേരലുകളിൽ നിർബാധം ഇത് വിറ്റഴിയുന്നുണ്ട്. പെട്ടിക്കടകളിൽ വരെ ആ നിലക്കുള്ള ലഹരി നുരയുന്ന പാനീയങ്ങളുണ്ട്. ലഹരി മണക്കുന്ന വിധത്തിലുള്ള ഏറ്റവും ആകർഷകമായ ലേബലുകളിൽ പൊതിഞ്ഞിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടില്ലെന്ന് നമ്മുടെ സമൂഹം നടിക്കുകയാണ്. വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ, മുഫ്സിദീങ്ങളുടെ കൂടെ, മുഫ്സിദീങ്ങളുടെ പിറകെ, കുഴപ്പക്കാരുടെ പിറകെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. റബ്ബിന്റെ കൃത്യമായ കൽപ്പനയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഇടരുത്. ഇതൊക്കെ ആർക്ക് വേണം? ആരോടാണ് ഇതൊക്കെ പറയേണ്ടത്? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? സമൂഹത്തിൽ ബോധവൽക്കരണങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ട്. അതൊന്നും എവിടെയും എത്തുന്നില്ല. എവിടെ എത്താനാണ്? മയങ്ങി വീഴുകയാണ് ക്ലാസ് റൂമുകളിൽ നമ്മുടെ കുട്ടികൾ. അതേപോലെ തന്നെ മയങ്ങി വീഴുകയാണ് ഫുട്പാത്തുകളിൽ നമ്മുടെ മക്കൾ. ആരോട് ചോദിക്കാൻ? ആര് എതിർക്കാൻ? ഇവിടെയൊക്കെ ഒരൊറ്റ കാര്യമേ പരിഹാരമുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ പരിഹാരമുള്ളൂ.
അത് മനുഷ്യത്വത്തിന്റെ പരിഹാരമാണ്. കാരണം മാനവികതയുടെ മതമായ ഇസ്ലാമിന് പറയാനുള്ളത് എന്തുകൊണ്ട് ഇത് കഴിച്ചുകൂടാ എന്ന്, അത് അതിലടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ടായിരിക്കരുത്, അതിനേക്കാളപ്പുറമാണ്. മരണാനന്തരം തനിക്ക് റബ്ബിനെ കണ്ടുമുട്ടണം. ആ റബ്ബിന്റെ അടുക്കൽ താൻ നരകത്തിയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് നൽകിയാലല്ലാതെ അവരിൽ നിന്ന് ഈ വരും മാരകമായ വിപത്തിൽ നിന്ന് അവരെ തടയുവാൻ നമുക്കാവില്ല. അല്ലെങ്കിൽ അവർ ഈ ചതിക്കുഴികളിൽ വീഴും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് നമ്മുടെ കടമ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കാവില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നുള്ളതാണല്ലോ. നന്ദി കാണിക്കുന്നവർക്കാണ് വർധനവുണ്ടാവുക, നന്ദി കേട് കാണിക്കുന്നവരിൽ നിന്നത് എടുത്തു മാറ്റും എന്നുള്ളത് സർവമേഖലയിൽ നൽകപ്പെട്ട നിഅമത്തുകൾക്കും ബാധകമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് കണ്ണും കാതും തുറന്നു വെച്ച് രക്ഷിതാക്കളെ നമ്മുടെ ചിന്ത ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാലോചിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ വേണ്ടുന്ന സത്വര നടപടികളിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും. റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ.